ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമയാണ് കേട്ടോ. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ചിക്കൻ കുറുമ നമുക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കിയാലോ? വരും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ചിക്കൻ കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ്. അതും ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും മണവുമാണ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഗ്രാമ്പു, 2 ഏലക്ക ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്തി കൊടുക്കാം. ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവോള സ്ലൈസായി അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം അവിടെ ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും 3 പച്ചമുളക് അതും കൂടെ ചേർത്തി എല്ലാവിടെയും ഒന്ന് ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആറിയ ശേഷം ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല, ഒരു ക്രിസ്പി ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുത്തിട്ടുള്ള ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതുപോലെ ആകുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇട്ടത് ഓപ്ഷനിലാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി കുറച്ച് മല്ലിത്തഴയും കറുവാപ്പട്ടയും കൂടി ചേർത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി. കൂടുതൽ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ കുറുമയ്ക്ക് ഒരു കുത്തൽ വരും, കൂടുതൽ മസാലയുടെ കുത്തലുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒന്ന് ചേർത്താൽ മതി. ഞാനപ്പോൾ കറക്റ്റാണ് കേട്ടോ, ഈ 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ചിക്കനിൽ ഈ മസാലകളൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇതുപോലെ എല്ലാവരുടെയും ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. മസാലകളൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആവുമ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ടിൻ്റെ ആ പേസ്റ്റ് ഒന്ന് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല, ഞാൻ ഈ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, കാരണം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഈ കുറുമയിൽ ഒരുപാട് മധുരം വരും. അപ്പോൾ എനിക്കൊരു മീഡിയം മധുരം ഉണ്ടാവും. ഇത് കാഷ്നട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന കുറുമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉണ്ടാക്കി നോക്കി, അപ്പോൾ ഇവർക്ക് ഇതുണ്ടാക്കിയപ്പോൾ ഇത് നന്നായി ഇഷ്ടപ്പെട്ടു മക്കൾക്ക്. അപ്പോൾ അവർ പറഞ്ഞ് ഇതുണ്ടാക്കിയാൽ മതി, ഇങ്ങനെ കാഷ്നട്ട് അരച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ ചൂടുവെള്ളം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജാറിൽ ബാക്കിയുള്ള ഇതുണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറുമ ഒരു ഗ്രേവി പരുവായിരിക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുക, എന്നാലും കൂടുതൽ വെള്ളം പാടില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കും വേണം. അടി പിടിക്കാനും പാടില്ല. കാരണം നമ്മൾ ഗ്രേവി പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഥവാ വെള്ളം കുറച്ച് കുറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേകുന്നവരെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ മസാലയുടെ. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കുമ്പോൾ ഒന്നുകൂടെ തണുക്കും. അപ്പോൾ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിത്തഴയും കറിവേപ്പിലയും പൊടിയായി അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ആപ്പത്തിന്, ഇടിയപ്പത്തിന്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.